ലോകത്തിലെ ഒരു പുരുഷനും എൻ്റെ ശവകുടീരം കണ്ടെത്തില്ല. അതിന് മനുഷ്യകുലത്തിന് സാധിക്കില്ല. ക്ലിയോപാട്രയുടെ വാക്കുകളാണിത്. ഈജിപ്തിൻ്റെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ക്ലിയോപാട്രയോളം ആഘോഷിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ചരിത്ര വനിതകളിൽ മുന്നിലുണ്ട് ക്ലിയോപാട്ര. ഈജിപ്തിൻ്റെ റാണിമാരിൽ ഏറ്റവും ധീരയായ വനിത, അസാമാന്യ ബുദ്ധി സാമർഥ്യവും നേതൃത്വ ഗുണവും കൈമുതലാക്കിയ വ്യക്തിത്വം, സൗന്ദര്യത്തിന്റെ അവസാന വാക്ക്. ലോകം തന്ത്രശാലിയായ ഭരണാധികാരി എന്ന് വിളിച്ചിട്ടുണ്ട് ക്ലിയോപാട്രയെ. അത്രത്തോളമായിരുന്നു ടോളമി രാജവംശത്തിലെ അവസാന ഫറോയുടെ ഭരണമികവ്. എന്നാൽ ക്ലിയോപാട്രയും ജൂലിയസ് സീസറും മാർക്ക് ആന്റണിയും ഉൾപ്പെട്ട ആ കുഴഞ്ഞു മറിഞ്ഞ പ്രണയബന്ധം ഈജിപ്തിന്റെയും റോമിന്റെയും ചരിത്രം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് ലോകം അതിന്റെ സദാചാര ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത ക്ലിയോപാട്രയുടെ പ്രണയ താല്പര്യങ്ങളെ പറ്റിയല്ല, റോമ സാമ്രാജ്യത്തിന്റെയും ടോളമി രാജവംശത്തിന്റെയും തകർച്ചയെക്കുറിച്ചല്ല, മറിച്ച് ലോകം ഇന്നും തിരയുന്ന ക്ലിയോപാട്രയുടെ ശവകുടീരത്തെക്കുറിച്ചാണ്. കയ്യെത്തും ദൂരത്തെത്തിയാലും പിടിതരാതെ മാഞ്ഞു പോകുന്ന ആ നിഗൂഢ നിലവറയെക്കുറിച്ചാണ്. തന്റെ ശവകുടീരം കണ്ടെത്താൻ മനുഷ്യകുലത്തിന് കഴിയില്ലെന്ന ക്ലിയോപാട്രയുടെ വാക്കുകൾ ഈജിപ്തിലെങ്ങും മുഴങ്ങി കേൾക്കുന്നുണ്ട്. എണ്ണമറ്റ ചരിത്രകാരന്മാരും ഗവേഷകരുമാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്താനായി വർഷങ്ങളോളം അലഞ്ഞത്. ഒരിക്കലും കണ്ടെത്തില്ല എന്ന് കരുതിയിരുന്ന പല ശവകുടീരങ്ങളും മമ്മികളും പുറംലോകം കണ്ടെങ്കിലും ക്ലിയോപാട്ര അതേ പ്രതാപത്തോടെയും പ്രൗഢിയോടെയും ഈജിപ്തിലെവിടെയോ മറഞ്ഞു കിടക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിലെവിടെയോ. പുരാതന അലക്സാൻഡ്രിയയിലാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം എന്നതാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ നടത്തിയതാകട്ടെ കാത്ലീൻ മാർട്ടിനസ് എന്ന പുരാവസ്തു ഗവേഷകയും. 2024 ഡിസംബറിലാണ് തന്റെ 10 വർഷക്കാലത്തെ തെരച്ചിലിനൊടുവിൽ ചില തെളിവുകളിലേക്കെങ്കിലും കാത്ലീൻ എത്തുന്നത്. അലക്സാൻഡ്രിയയ്ക്ക് പുറത്ത് ഒരു പുരാതന നഗരത്തിൽ താപ്പോസിരിസ് മാഗ്ന എന്ന ആരാധനാലയത്തിന് സമീപം ക്ലിയോപാട്രയുടെ ശവകുടീരം ഉണ്ടെന്നാണ് കാത്ലീന്റെ നിഗമനം. ഈ കണ്ടെത്തലിലെ കൗതുകം എന്തെന്നാൽ ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും മെഡിറ്ററേനിയൻ കടലിനടിയിലാണ് എന്നതാണ്. താപ്പോസിരിസ് മാഗ്നയിൽ നിന്ന് കിരീടമണിഞ്ഞ ഒരു രൂപം കണ്ടെത്തിയതാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം ഇവിടെ തന്നെയെന്ന നിഗമനത്തിലേക്ക് കാത്ലീനെ എത്തിച്ചത്. ഈ പ്രതിമയുടെ മുഖത്തിന് ക്ലിയോപാട്രയുടെ ഛായയായിരുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തിയ 337 നാണയങ്ങളിലും ക്ലിയോപാട്രയുടെ മുഖം ആലേഖനവും ചെയ്തിരുന്നു. പല ചരിത്രകാരന്മാരും ഈ വാദം നിഷേധിക്കുന്നുണ്ടെങ്കിലും ക്ലിയോപാട്രയുടെ ശവകുടീരം താപ്പോസിരിസ് മാഗ്നയിൽ തന്നെയാണ് എന്ന നിഗമനത്തിൽ ഉറച്ചാണ് കാത്ലീന്റെ ഗവേഷണം. ഈജിപ്തിലെ പ്രമുഖ ദേവതയായ ഒസൈറിസിന്റെ ആരാധനാലയമാണ് താപ്പോസിരിസ് മാഗ്നയിലേത്. ഒസൈറിസിന്റെ അവതാരമായാണ് ക്ലിയോപാട്ര കണക്കാക്കപ്പെട്ടിരുന്നതും. ഈ ആരാധനാലയത്തിൽ 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം അടുത്തിടെ കണ്ടെത്തിയിരുന്നു. തുരങ്കത്തിന്റെ ഒരു ഭാഗം കടലിനുള്ളിൽ മുങ്ങിയ നിലയിലുമായിരുന്നു. CE 365 കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ച ഒരു മഹാപ്രളയത്തിന്റെ ബാക്കി പത്രമാണിതെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈ പ്രളയം കണക്കിലെടുത്ത് തന്നെയാണ് അലക്സാൻഡ്രിയയ്ക്ക് 25 മൈൽ മാറിയാണ് ക്ലിയോപാട്ര ഉള്ളതെന്നും അത് താപ്പോസിരിസ് മാഗ്നയിലാണ് എന്നും കാത്ലീന്റെ നിഗമനം. ഈ തുരങ്കം കണക്ട് ചെയ്യുന്നത് പുരാതന അലക്സാൻഡ്രിയയുടെ അവശിഷ്ടങ്ങളിലേക്കാണ് എന്നതും ശുഭസൂചനയായി കാത്ലീൻ കണക്കാക്കുന്നു. ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്തിയാൽ മാർക്ക് ആന്റണിയുടെ ശവകുടീരവും അതിനൊപ്പം തന്നെ കണ്ടെത്താനായേക്കുമെന്നതാണ് ചരിത്രകാരന്മാരെ ഭ്രമിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. കാരണം ക്ലിയോപാട്രയ്ക്കൊപ്പം മാർക്ക് ആന്റണിയെയും അടക്കം ചെയ്തിരിക്കുന്നു എന്നാണ് വിശ്വാസം. സർപ്പദംശനമേറ്റ് സ്വയം മരിക്കുന്നതിന് മുൻപ് തനിക്കും ആന്റണിക്കും മരണശേഷം വേണ്ടതെല്ലാം ക്ലിയോപാട്ര പറഞ്ഞേർപ്പാട് ചെയ്തിരുന്നു. തങ്ങളെ ഒരുമിച്ച് ഒരു ശവകുടീരത്തിൽ അടക്കണമെന്നതായിരുന്നു ക്ലിയോപാട്രയുടെ ആഗ്രഹം. അതൊരിക്കലും മനുഷ്യകുലത്തിന് കണ്ടെത്താനാവരുത് എന്ന നിർബന്ധവും ക്ലിയോപാട്രയ്ക്കുണ്ടായിരുന്നു. ഭാവിയിൽ കടലിനടിയിലായേക്കാം എന്ന് മുൻകൂട്ടി കണ്ടാണോ താപ്പോസിരിസ് മാഗ്നയിൽ ക്ലിയോപാട്രയുടെ ശവകുടീരം ഒരുക്കിയത് എന്ന് ചിന്തിച്ചാലും അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല. കാരണം തുത്തൻഖാമന്റേതും ഖൂഫുവിന്റേതും അടക്കം അതിപ്രശസ്തരായ പല ഫറവോമാരുടെയും ശവകുടീരങ്ങൾ കണ്ടെത്തിയപ്പോഴും മറിഞ്ഞു കിടക്കുകയാണ് ഈജിപ്തിന്റെ ലോക പ്രശസ്തിയായ രാജ്ഞിയുടെ ശവകുടീരം. അത്യാഡംബരപൂർണവും നിഗൂഢവുമായ ശവകുടീരങ്ങളാണ് ഈജിപ്ഷ്യൻ ഫറവോമാർക്ക് അവരുടെ പ്രജകൾ വാഗ്ദാനം ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള പിരമിഡുകളും മമ്മികളും ഒക്കെ തന്നെ വർഷങ്ങൾ നീണ്ട കടുത്ത വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്ന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളവയാണ്. മരണശേഷമുള്ള തങ്ങളുടെ വിശ്രമ ജീവിതം ആരും ഒരു കാലത്തും തടസ്സപ്പെടുത്തരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഫറവോമാർക്ക്. ആ പ്രതിജ്ഞ നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഈജിപ്തിലെ ഓരോ പൗരനും. രാജാക്കന്മാർ ദൈവങ്ങളാണെന്നും അവരുടെ ആത്മാവിന് മരണമില്ലെന്നും മരണാനന്തര ജീവിതത്തിന് ഭൗതിക സുഖഭോഗങ്ങൾ ആവശ്യമാണെന്നും അന്ധമായി വിശ്വസിച്ചിരുന്നു ഈജിപ്ഷ്യൻ ജനത. അതിനായി അവർ തങ്ങളുടെ രാജാക്കന്മാരുടെ മരണശേഷം അവരുടെ നിത്യോപയോഗ സാധനങ്ങളും പരലോകത്ത് അവർക്ക് ആവശ്യമായി വന്നേക്കാം എന്ന് അവർ കരുതിയിരുന്ന വസ്തുക്കളും അമൂല്യങ്ങളായ നിധികളും കൊണ്ട് അവരുടെ കല്ലറകൾ നിറച്ചുവെച്ചു. ജീർണിക്കാതിരിക്കാൻ വൈവിധ്യമാർന്ന വസ്തുക്കൾ പുരട്ടി മമ്മി എന്ന് വിളിച്ച ശരീരങ്ങൾക്ക് മുന്നിൽ പിരമിഡുകൾ തലയുയർത്തി നിന്നു. അവയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം അതിന്റെ എല്ലാ പ്രൗഢിയിലും ശാന്തമായി ഉറങ്ങി.
ക്ലിയോപാട്രയുടെ മമ്മിയോ ശവകുടീരമോ ഇതുവരെ കണ്ടെത്താനാവാത്തതിന് പിന്നിൽ അന്ധവിശ്വാസവും മിത്തുമൊക്കെ കൂട്ടിക്കലർത്തി കഥ മെനയുന്നവർ ഏറെയുണ്ട്. ശാഠ്യകാരിയായ ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര. തനിക്ക് വേണ്ടതെന്തും ഞൊടിയിടയിൽ കൺമുന്നിലെത്തിക്കാൻ കെൽപ്പുള്ള രാജ്ഞി. അത്തരമൊരു രാജ്ഞിക്ക് തന്റെ ശവകുടീരം ആരും കാണരുതെന്ന ശാഠ്യമുണ്ടായിരുന്നെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്ന് വാദിക്കുന്നവരാണ് ഭൂരിഭാഗവും.